ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ കാണുന്നത് നല്ല നാടൻ കുടംപുളിയാണ്. നമ്മുടെ വീടുകളിൽ കറിക്കൊക്കെ നല്ലൊരു രുചി നൽകുന്ന കുടംപുളിയാണ്. നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ കുടംപുളിയെ പറ്റിയാണ്. അത് പറിച്ച് ഉണക്കി സൂക്ഷിക്കുന്ന ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. എല്ലാവരും വീഡിയോ കാണുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ വീട്ടിലെ കുടംപുളിയുടെ മരം. ഇതിൽ ധാരാളം കുടംപുളി ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ പുളി ഒരുപാട് ഉണ്ടായതാണ്. നമുക്ക് ആദ്യം ഒരു തോട്ടി ഉപയോഗിച്ചിട്ട് ഇതേപോലെ പറിച്ചെടുക്കാം. പറിച്ചെടുക്കാന്ന് വെച്ചാൽ അതിനകത്ത് പഴുത്തത് നോക്കി പറിക്കണം. അതിന് താഴെ വീണ് കഴിഞ്ഞാൽ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. പൊട്ടിപ്പോകാത്ത രീതിയിൽ ശ്രദ്ധയോടുകൂടി വേണം പറിക്കാൻ. ഇത് പറിച്ച് എടുത്തതിന് ശേഷം നമുക്ക് ബാക്കി പ്രോസസ്സ് ഇങ്ങനെയാണ് കാണിക്കാം. നമ്മളിവിടെ ഏകദേശം ഇത്ര പുളി നമ്മളിപ്പോൾ പറിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മളിത് ഒരു കത്തി ഉപയോഗിച്ച് ഇതേപോലെ സെൻറ്ററിൽ നമ്മളിങ്ങനെ മുറിച്ചിട്ട് അതിൻ്റെ ഉള്ള കാമ്പും കുരുവൊക്കെ നമ്മളെടുത്ത് പുറത്തേക്ക് മാറ്റണം. അങ്ങനെ കംപ്ലീറ്റ് ആണ് ഇതിന് ഈ കാമ്പും കുരുവൊക്കെ എടുത്ത് പുറത്ത് മാറ്റി ക്ലീൻ ആക്കിയിട്ട് ആണ് നമ്മൾ ഉണക്കാൻ വെക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഈ കുടംപുളിയുടെ പുറന്തോരാണ് നമ്മൾ ഉണക്കാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ക്ലീനാക്കി വെച്ചേക്കുന്ന കുടംപുളി. ഇപ്പോൾ ഇത്ര മുറിച്ച് നടുവ് മുറിച്ച് അതിൻ്റെ വേസ്റ്റെല്ലാം മാറ്റി വെച്ചേക്കനാണ്. ഇത്രയും വേസ്റ്റ് ഇതിനകത്ത് ഇത്രയും വേസ്റ്റ് നമുക്ക് അതിൽ നിന്ന് മാറ്റിയപ്പോൾ കിട്ടി. ഇപ്പോൾ നമ്മളിത് ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഇത് വേറെ ഒന്നും ഉപയോഗിക്കില്ല. അതിനുശേഷം നമ്മൾ ഇതൊന്നിട്ട് കഴുകുകയാണ്. കഴുകി ഒന്ന് ക്ലീൻ ചെയ്യണം. നല്ല വെള്ളത്തിലൊന്ന് കഴുകിയിട്ട് ഇതിനകത്ത് ഇത് കണ്ട് ചെറിയൊരു ഞരമ്പ് പോലത്തെ ഭാഗമുണ്ട് സൈഡിൽ. അതൊക്കെ ഒന്നെടുത്ത് ക്ലീനാക്കി കഴുകിയ ശേഷമാണ് നമ്മൾ ഗ്രില്ലിലേക്ക് കയറ്റുള്ളൂ. എല്ലാം ഇതുപോലെ തന്നെ നല്ല ശുദ്ധമായ വെള്ളത്തിൽ കഴുകിയെടുക്കണം. എങ്കിൽ മാത്രമേ അതിൻ്റെ ആ ഞോളപ്പും അതുപോലെ ആ ഞരമ്പുകൾ സാധനങ്ങളൊക്കെ പോകുള്ളൂ. അതിന് ശേഷം നമ്മൾ ഗ്രില്ലിൽ കയറ്റും. നമ്മൾ ക്ലീൻ ചെയ്തെടുത്ത കുടംപുളി നമ്മുടെ വീടിൻ്റെ അടുപ്പിൻ്റെ മുകളിലൊരു ചേരുണ്ട്. ആ ചേരിലിങ്ങനെ നിരത്തി വെച്ചേക്കാണ്. ഇത് ഏകദേശം ഒരു 10-12 ദിവസം ആകുമ്പോഴേക്കും നന്നായിട്ട് കറുത്ത് ഡ്രൈ ആവും. നമ്മുടെ അടിയിൽ നിന്ന് നല്ല ചൂടും പുകയൊക്കെ തട്ടി നല്ല കറുപ്പ് കളറാവുകയും ചെയ്യും. അതുപോലെ ഡ്രൈ ആവുകയും ചെയ്യും. ഇത് കണ്ടോ, ഇതൊരു 5 ദിവസമായിട്ട് വെച്ചിട്ട് 5 ദിവസമായ കുടംപുളിയാണ്. ഇതും ഏകദേശം ഒരു 10 ദിവസമൊക്കെ ആകുമ്പോൾ നമുക്ക് നല്ല ഡ്രൈ ആവുകയും ചെയ്യും. നമുക്ക് കറിക്ക് ഉപയോഗിക്കുന്ന ഒരു കണ്ടീഷനിലേക്ക് കിട്ടുകയും ചെയ്യും. ഇത് ഏകദേശം ഒരു 2-3 വർഷത്തോളം നമുക്ക് കേടാവാതെ സൂക്ഷിക്കുകയും ചെയ്യാം. ഇതുകൊണ്ട് ഡ്രൈ ആയ കൂടെ. അപ്പോൾ ഇതാണ് നമ്മൾ കഴിഞ്ഞ വർഷത്തെ പുളിയാണിത്. കഴിഞ്ഞ വർഷം നമ്മളുണ്ടാക്കിയ പുളി തന്നെയാണ്. ഒരു വർഷത്തോളം നമ്മൾ ഉപയോഗിച്ച് ബാലൻസ് വന്നതാണ്. അപ്പോൾ നമ്മൾ ചേരിൽ വെച്ചാൽ പുളിയും ഒരു 15 ദിവസം കഴിയുമ്പോൾ ഏകദേശം ഇതുപോലെ തന്നെയാവും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി വീണ്ടും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളായിട്ട് വീണ്ടും വരും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.